എന്താ 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 എന്ത് പറ്റി ചിന്നപ്പെട്ട? ഓടാൻ വയ്യ മോനെ. എന്നാ നടക്കരുതോ? നടക്കാനും വയ്യേ, കാലാകെ പഴുത്ത് ചീഞ്ഞിരിക്കുക. കാണിക്കാൻ ഇനി ഡാക്ടർമാരാരുമില്ല. ഈ കാലൊന്ന് വെട്ടിയെടുക്കാൻ പറഞ്ഞാൽ ആരും അത് ചെയ്യേയില്ല. വല്ല നല്ല ഡോക്ടർമാരാരെങ്കിലും ഉണ്ടോ ഇതൊന്ന് കാണിക്കാൻ? 21 ശേഷം നേരെ വീട്ടിലേക്ക് വന്നോളൂ. സിദ്ധാർത്ഥൻ കല്യാണം കഴിക്കാൻ പോണത് ഒരു ഡോക്ടറെയാ. ചിന്നപ്പന്റെ ഈ ചീച്ചിലെല്ലാം അവള് മാറ്റി തരും. നേരാണോ? നേര്. ഇപ്പൊ കുട നിർത്തുന്നേ വിശക്കാണ്ടിരിക്കാൻ, അല്ലാണ്ടെന്താ? അതൊക്കെ ആ ഭാഗത്താ. അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോ. ഡോക്ടറെ, ലക്ഷ്മിക്കുട്ടിക്ക് പെട്ടെന്നൊരു വേദന. ഒന്ന് നോക്കണം. മാസം തികഞ്ഞു വന്നതാവും. പാവം. വധുവിന്റെ ഒപ്പമാണോ വരന്റെ ഒപ്പമാണോ ലക്ഷ്മിക്കുട്ടി വന്നത്? ഞങ്ങളോടൊപ്പം വന്നതാ. ഓ, എന്നാലും ഈ സമയത്ത് മുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഓ മോളെ, താലി കെട്ടിയ ശേഷമുള്ള ആദ്യത്തെ ചികിത്സയല്ലേ, മോള് ചെന്നൊന്ന് നോക്കുക. വരൂ. എല്ലാം തൃപ്പങ്കോട്ട് ഭഗവതിയുടെ അനുഗ്രഹം. എവിടെ? അവിടെ നോക്കി നോക്കി നോക്കി. അമ്മവാ, അബദ്ധം പറ്റിയെന്നാ തോന്നണേ. അവളും നമ്മള് വിചാരിച്ച ഡോക്ടർ അല്ല മോനെ. അളിയന്റെ ഭാര്യ മൃഗ ഡോക്ടറാണല്ലേ? കലക്കി. വധു ഡോക്ടറാണെന്നും പറഞ്ഞ് എല്ലാവരും തുള്ളിക്കളിക്കുന്നത് കണ്ടപ്പോ ഇത്രയും അമറുന്ന ഡോക്ടറാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അളിയ സന്തോഷമായിട്ടിരി. സ്വന്തമായ ഒരു മൃഗ ഡോക്ടർ ഉണ്ടാവുന്നത് വീട്ടിലെ മറ്റ് മൃഗങ്ങൾക്ക് ഒരു അന്തസ്സല്ലേ? വിഷ് യു എ വെരി ഹാപ്പി ആനിമൽ മാരീഡ് ലൈഫ്. നിർമ്മലേ, നീ എന്തിനാ നിർമ്മല കരയുന്നത്? നിനക്ക് പശുവും പാലും ഇഷ്ടല്ലേ? നിർമ്മല, ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. നിന്റെ കരച്ചിൽ കേട്ടാ തോന്നും ഇത് നമ്മുടെ കാളരാത്രിയാണെന്ന്. 99% പ്രണയവിവാഹവും ആദ്യ രാത്രി തന്നെ തലകുത്തി വീഴുന്നു സോക്രട്ടീസും എന്റെ മുത്തച്ഛനും പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് വല്ലതുമാണേ പറ. ഈ പാലും കുടിച്ച് ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം. എന്നാൽ ഇത്ര ക്രൂരത വിനയേട്ടൻ കാണിക്കരുതായിരുന്നു. അമ്പലത്തിലെ എല്ലാവരുടെയും മുൻപിൽ വെച്ചല്ലേ എന്റെ ഏട്ടനെ പരിഹസിച്ചത്. ഏട്ടൻ ഒരു ശുദ്ധന, പാവ. എന്നെ വലിയ ഇഷ്ട. മനസ്സോട് നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചതാ. ആ ഏട്ടനെയാ. നിന്റെ ഏട്ടൻ എത്ര വലിയ അത്ഭുത മനുഷ്യനായാലും ശരി, നിന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ അവൻ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. നിന്റെ ഏട്ടൻ ഡോക്ടറാവണമെന്നല്ലേ ആഗ്രഹിച്ചത്? ഞാൻ ആഗ്രഹിച്ചത് പൈലറ്റ് ആവണമെന്നാ. ആ ആഗ്രഹവും മനസ്സിൽ വെച്ചോണ്ട് എനിക്കെന്താ ഒരു എയർ ഹോസ്റ്റസിനെ അന്വേഷിച്ച് നടന്നൂടെ? എനിക്ക് പറക്കാൻ പറ്റുന്നില്ലെങ്കിലും എന്റെ ഭാര്യയെങ്കിലും പറത്തിക്കൂടെ? അതാ പറഞ്ഞത്, ഒരാശ വെച്ച് ഏതെങ്കിലും ഒരു പെണ്ണിനെ മോഹിച്ചാൽ ഒടുക്കം വിവരം അറിയും. അവൻ വിവരം അറിഞ്ഞു. നിന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്റെ ഫ്യൂസ് ഊരിയവനല്ലേ അവൻ. അവന്റെ ഫ്യൂസ് മാത്രമല്ല, ജംഗ്ഷൻ ബോക്സ് വരെ ഇപ്പൊ തെറിച്ചില്ലേ? എന്റെ പാവേട്ടൻ ഇപ്പൊ എങ്ങനെ ഉണ്ടാവും ഈശ്വര? വളരെ മോശം സ്ഥിതിയിലായിരിക്കും. നിന്റെ ഏട്ടനെ ആ നല്ലവളായ ഡോക്ടർ കടിച്ച് മുറിച്ച് തിന്നു കാണും. എല്ല് പൊട്ടുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഇതൊന്നും ശരിയല്ല കുഞ്ഞാ. താലിയും കെട്ടി മാലയിട്ടൊരു തറവാട്ടി പിറന്നൊരു പെണ്ണെ ഈ വീട്ടിൽ കൊടുന്നിട്ട് ഇപ്പൊ എന്താ എല്ലാവരും മോഹാത്സപ്പെട്ട് കിടക്കണേ? സിദ്ധാർത്ഥൻ ഇവിടെ കുഞ്ഞാ? കുറച്ചു മുമ്പ് ബോധം വന്നു, ഇപ്പൊ രണ്ടാമതും പോയി. ഇതെന്താ ഒരുമാതിരി പവർക്കെട്ട് പോലെ തോന്നുമ്പോ അവന്റെ ബോധം പോണേ? അതിന് മാത്രം എന്താ ഉണ്ടായി?